ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെരേസ് മാത്യു. സോ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പോഡ്കാസ്റ്റ് പോലെ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത്. സോ ദിസ് ഈസ് നോട്ട് എ പോഡ്കാസ്റ്റ്, പക്ഷേ ഐ ആം സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ. സോ ദിസ് ഈസ് മൈ ഫ്രണ്ട് ഷാരോൺ. സോ നമ്മൾ 22 ബാച്ചാണ് ആൻഡ് അതേപോലെ തന്നെ ഡി ബാച്ചാണ്. സോ നമ്മൾ ഇന്ന് നീറ്റിൻ്റെ ജേർണീനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത് കേട്ടോ ഷാരോണിൻ്റെ. അപ്പം അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ തോന്നുന്നു. സോ ഹൂ ഈസ് ഷാരോൺ ഔട്ട്സൈഡ് നീറ്റ്? ലൈക്ക് യുവർ ഹോബീസ്? ഞാൻ പടം വരയ്ക്കാറുണ്ട്, കീബോർഡും പ്ലേ ചെയ്യാറുണ്ട്. കീബോർഡ് ഷാരോൺ യൂഫോറിക്കൊക്കെ നമ്മുടെ കോളേജിൽ പ്ലേ ചെയ്തായിരുന്നു, അതിന് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇവിടെ വന്നപ്പോൾ ഷാരോൺ അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഫോട്ടോസ് ഒക്കെ ഷാരോൺ വരയ്ക്കുന്ന പടമൊക്കെ അയച്ചു തരാറുണ്ട്. ഭയങ്കര നല്ലതാട്ടോ. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഭയങ്കര നല്ല രസമുണ്ട്. ഇത് എത്ര ദിവസം എടുത്തു ഷാരോൺ വരയ്ക്കാൻ വേണ്ടിയിട്ട്? ഇതൊരു 3 to 4 hours എടുത്തു. 3 to 4 hours. പക്ഷെ ഭയങ്കര നല്ല പടം കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചതായിരുന്നു. സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഷാരോൺ ഒരു ടോപ്പർ ആയിരുന്നു സ്കൂളിൽ? ഓൾവേസ് ടോപ്പർ, ഫുൾ മാർക്കൊക്കെ കിട്ടുന്നേ? ഒട്ടും അല്ലായിരുന്നു. സോ ടോപ്പർ അല്ലാത്ത ഒരാൾക്കും നീറ്റിൽ ടോപ്പ് ചെയ്യാം അല്ലേ? തോന്നുന്നു, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ തോന്നുന്നു. സോ ഷാരോണിന്റെ നീറ്റ് ഫേസിനെ ഡിസ്ക്രൈബ്, ഒരു 1 word വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാ? അതൊരു ലോങ് പ്രിപ്പറേഷൻ ആയിരുന്നു. എനിക്കൊന്ന് ഒഡീസി. ഓക്കെ, ഒഡീസി എന്നുള്ള വാക്കുണ്ടല്ലേ ഒരു ലോങ് ജേർണിനെയൊക്കെ. ഓക്കെ, സീരിയസ് ആയിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് ഷാരോൺ ചിന്തിച്ചത് എപ്പോഴായിരുന്നു? ഞാനൊരു 12th standard ആയപ്പോഴാണ് ഇച്ചിരി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാ? 11th തൊട്ടേ പോകുന്നുണ്ടായിരുന്നു. സീരിയസ് ആക്കിയത് 12th-ലാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവായിരുന്നു അല്ല? അതെങ്ങനെയായിരുന്നു കോച്ചിങ് എങ്ങനെയായിരുന്നു? എക്സാംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? ഞാനൊരു എന്റെ 11th and 12th standard സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പം നമുക്ക് എല്ലാ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടായിരുന്നു നടത്തിയത്. അപ്പൊ എനിക്ക് അങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് വഴിയാണ് പഠിച്ചത്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഷാരോൺ എക്സാംസ് ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നത് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില്? എക്സാംസ് ഞാൻ അങ്ങനെ മിസ്സാക്കാറില്ല, എല്ലാ എക്സാംസും എഴുതാറുണ്ട്. ഇപ്പം പ്രിപ്പയർഡ് അല്ലെങ്കിലും വെറുതെ നമ്മളെന്നെ എഴുതും. അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മള് മാർക്ക് കുറയൊന്ന് പേടിച്ച് നമ്മൾ എക്സാം സ്കിപ്പ് ആവരുത് അല്ലേ? കാരണം ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നീറ്റിന് ചോദിക്കുന്നത്. സോ നമ്മള് മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അപ്പം പഠിച്ചില്ല എന്ന് വിചാരിച്ച് എഴുതാണ്ടിരിക്കരുത്. അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്കത് അറിയുന്നുണ്ടായിരിക്കും. സോ പ്രശ്നമുള്ള സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല. അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചും കാണുമായിരിക്കും, പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു പേടി കാരണമായിരിക്കും എഴുതാണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ കുറയ്ക്കുക അല്ലെ, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ കോച്ചിങ്ങിന് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അപ്പം ഇനിയിപ്പോ 3 മാസമേ ഉള്ളൂ. അപ്പം അറിയാത്തൊരു ക്വസ്റ്റ്യനിലും കുറെ ടൈം കളയാണ്ട് അത് ഇങ്ങനെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതായിരുന്നു നല്ല. ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഡൗട്ട്സും കേൾക്കാൻ പറ്റും. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഷാരോൺ എപ്പോഴും ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ക്വിറ്റ് ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ചിലപ്പോ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു ചില സമയത്ത്. സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോൾ എന്താ? മാർക്ക് കുറയുമ്പോൾ വേറെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നവർ കാണുമായിരിക്കും അല്ലെ? ഇപ്പൊ എന്റെ മാർക്ക് വെച്ചിട്ട് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. സോ അവരോട് എന്തായിരിക്കും ഷാരോൺ പറയാനുണ്ടാവുക? എന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പൊ എനിക്ക് മാർക്ക് കുറയുവാണ്, അത് എന്റെ ഒരു ഫോൾട്ട് കാരണമായിരിക്കും. അപ്പം ഞാൻ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്താൽ അതൊരു നല്ല കാര്യമല്ല. അപ്പം നമ്മളെ തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളോട് തന്നെ ആയിരിക്കണം അല്ലെ? സോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാണ്ട് വേറൊരാളുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും നമ്മുടെ മെത്തേഡ് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ അത് നന്നാക്കി പോകാൻ ശ്രദ്ധിക്കുക അല്ലെ? നമ്മളെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക ആൻഡ് ഫൈനലി നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യുക അല്ലെ? ഷാരോണിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഒരു ബിഗസ്റ്റ് സ്ട്രഗിൾ എന്തായിരുന്നു? സ്ട്രഗിൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു, മെമ്മറൈസ് ചെയ്യാനും
കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കാനും ഒക്കെ. ഈ ഇനോർഗാനിക് ഒക്കെ നമുക്ക് കൂടുതൽ എന്താ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ട ഒരു ഇതാ. അതൊരു ഭയങ്കര ഒരു വോളറ്റൈൽ സംഭവമാണ്. അപ്പം അത് എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അത് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുക അല്ലെ. 1-2 പ്രാവശ്യം വായിച്ചിട്ട് കാര്യമില്ല, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ അത് ഓർമ്മ നിൽക്കുള്ളൂ. ആൻഡ് ഫൈനലി നമുക്ക് ആ എക്സാമിന് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. അന്ന് പഠിച്ച എന്തെങ്കിലും കാര്യം ഇപ്പൊ ഓർമ്മയുണ്ടോ? പി ബ്ലോക്ക് ഒക്കെ. ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഇപ്പം 3rd ഇയർ എക്സാം കഴിഞ്ഞ് നിൽക്കുവാണ്, നമ്മൾ ഇനി ഫൈനൽ ഇയറിലേക്ക് കയറാൻ പോവാണ്. സോ എക്സാം 3rd ഇയർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫോറൻസിക് പ്രാക്ടിക്കൽ ഇച്ചിരി പാടായിരുന്നു. എനിക്ക് ഫോറൻസിക് പ്രാക്ടിക്കൽ കുറച്ച് പാടായിരുന്നു. കമ്മ്യൂണിറ്റി അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. മാർക്ക് വരുമ്പോൾ അറിയാം. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഷാരോൺ എത്ര ടൈം പഠിക്കുമായിരുന്നു? ഇപ്പൊ കുറെ പേര് ഒരു 16 to 17 hours ഒക്കെ ഡെയിലി പഠിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഷാരോൺ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഒരു അവധിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഒരു 10 to 11 hours പോലെ പഠിക്കും. സ്കൂളൊക്കെ ഉള്ള ഡേയ്സ് ആണ് 7 to 8 hours. ഞാനാണെങ്കിലും ഒരു 12 to 13 hours ഒക്കെ ഞാൻ ഡെയിലി പഠിക്കുമായിരുന്നു. അപ്പൊ ഇനി ടൈം കുറവാണ്. അപ്പം മാക്സിമം ടൈം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. അപ്പൊ നമ്മൾ എത്ര ടൈം പഠിച്ചാലും ഒരു മിനിമം ഒരു 10 hours ഒക്കെ ഇനി പഠിക്കുക, കാരണം 3 മാസമേ ഉള്ളൂ. സോ പഠിക്കുന്ന ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഫോക്കസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് കൂടുതൽ എഴുതി നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക അല്ലെ. നമുക്ക് അറിയാത്ത സംഭവങ്ങൾ കുറച്ചുകൂടെ അതിൽ ശ്രദ്ധ കൊടുത്ത് അത് ക്ലിയർ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് കൂടുതൽ എഴുതി അതിനകത്ത് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഇനി നല്ലത്. പിന്നെ കോച്ചിങ്ങിനെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം, ഈ കുറെ പേരൊക്കെ ഉറക്കമൊക്കെ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുന്നവരാണ്. അപ്പം ഷാരോൺ സ്ലീപ്പ് ഒക്കെ സാക്രിഫൈസ് ചെയ്യാറുണ്ടോ? യൂഷ്വലി ഞാൻ ഒരു 7 to 8 hours ആണ് ഉറങ്ങുന്നത്. പക്ഷേ ഒരു മിനിമം 6 hours ഞാൻ ഉറങ്ങാറുണ്ട്. കാരണം നമ്മളിപ്പം ഉറക്കം സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി ഒന്നും മര്യാദയ്ക്ക് കാണത്തില്ല അല്ലെ. നമുക്ക് പഠിത്തത്തെ അത് ബാധിക്കും. എസ്പെഷ്യലി നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു 3 months കൂടെ പഠിക്കണം. സോ ഒരു 4 hour 3 hours ഒക്കെ ഉറങ്ങുവാണെങ്കിൽ ഇനി 3 months നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറിനെയൊക്കെ അത് ബാധിക്കും. നമുക്ക് റീറ്റെയിൻ ചെയ്യാനോ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനോ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ബാക്കി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയിരുന്ന് പഠിക്കേണ്ടി വരും. സോ അതിലും നല്ലത് ഒരു 6 to 7 hours എങ്കിലും, മിനിമം 6 hours എങ്കിലും ഉറങ്ങുക അല്ലെ. ഷാരോന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഫോൺ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു ഫോൺ യൂസ് ഒക്കെ? എങ്ങനെയായിരുന്നു? ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ സ്കൂൾ പോകുന്ന ഒരു ഏജ് ആയോണ്ട് ഫോണൊന്നും തരാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫോൺ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് വന്നിട്ടില്ല അല്ലെ. TV അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയോ? TV ഇടയ്ക്ക് വന്നിട്ടുണ്ട്. എന്റെ പേരൻസും അനിയത്തിയും ഒക്കെ TV കാണാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ വരാറുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയായിരുന്നു കൺട്രോൾ ചെയ്തത്? ഞാനും വന്ന് കാണാറുണ്ട്, കൂടെ വന്നിരുന്നു. കുറച്ച് കഴിയുമ്പോ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോ തോന്നും കുറെ ടൈം വേസ്റ്റ് ആയി. അങ്ങനെയായിരുന്നു. One subject that you hated? കെമിസ്ട്രി ഹേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? മാർക്ക് കുറവായിരുന്നു, അതോ പഠിച്ചിട്ട് മനസ്സിലാവാത്തതാണ്? എന്താ പ്രശ്നം എന്തായിരുന്നു? എനിക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രി അത്ര ഇഷ്ടമല്ലായിരുന്നു പഠിക്കാൻ. അതുകൊണ്ട് അപ്പൊ അത് ഷാരോൺ എങ്ങനെയായിരുന്നു അത് ഇംപ്രൂവ് ചെയ്തത്? ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വായിച്ചത് ഇംപ്രൂവ് ചെയ്യായിരുന്നു. ഓർഗാനിക് ഒക്കെ എങ്ങനെയായിരുന്നു പഠിക്കാൻ വേണ്ടിട്ട്? ഓർഗാനിക് പഠിക്കാൻ പ്രശ്നമില്ലായിരുന്നു. പ്രോബ്ലംസ് ചെയ്തപ്പം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയത്. ഈ കുറെ പേര് കമന്റ്സിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഓർഗാനിക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പം ഷാരോൺ എങ്ങനെയാണ് പഠിച്ചത്? അല്ലെങ്കിൽ ഓർഗാനിക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? എന്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് എന്റെ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയി. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലും നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറ്റാൻ പറ്റും. പിന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ നോക്കാൻ പോയാൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പം ഇപ്പൊ ജനറലും UPSC ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ ചാപ്റ്റേഴ്സിലേക്ക് വരിക അല്ലെ. ജനറൽ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇനി കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യം ചോദിക്കാം. ഷാരോന്റെ നീറ്റിന്റെ വേർസ്റ്റ് സ്കോർ എന്തായിരുന്നു? നീറ്റ് മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്?
ഒരു 300 അടുപ്പിച്ച് 300 അടുപ്പിച്ച്. ഓക്കെ, സോ 300-ൽ നിന്ന് നമ്മൾ എത്രയായിരുന്നു സ്കോർ? എത്രയായിരുന്നു? 676. സോ 300-ൽ നിന്ന് 676-ലേക്ക് എത്തി. സോ ഭയങ്കര ഒരു വലിയ ചേഞ്ച് ആണ്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്കൊരു 650+, ഇപ്പൊ ഷാരോൺ 676 വാങ്ങിയതുപോലെ നല്ലൊരു സ്കോർ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. സോ ഈ 300 സംതിങ് കിട്ടിയ ടൈമില് ഷാരോണിന് ഭയങ്കര സങ്കടമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഭയങ്കര ടെൻഷൻ ആവോ? ആ എഴുതിയ സമയത്ത് ഞാൻ അത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു എനിക്ക് ഇത്രേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഇനിയും പഠിച്ചാൽ എനിക്ക് ഇച്ചും കൂടെ മാർക്ക് വാങ്ങാം. സോ ഇപ്പൊ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും ഇനി 3 months ഉണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് അതിന് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അല്ലെ. കാരണം ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ടൈം പോകത്തേ ഉള്ളൂ. സോ ടെൻഷൻ അടിക്കരുത് അല്ലെ. ടെൻഷൻ അടിക്കാണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സില്ലി മിസ്റ്റേക്ക്? എനിക്കൊന്ന് ഞാൻ ഇച്ചിരി ചില സമയത്ത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അപ്പം അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. നീറ്റ് സിലബസിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. NCERT കൂടുതൽ വായിക്കുക. NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കണം അല്ലെ. NCERT ഓരോ ലൈനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. അപ്പൊ നമ്മൾ അത് കണ്ടു വേണം വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ കോച്ചിങ് സെന്ററിലാണെങ്കിലും കുറെ എക്സ്ട്രാസ് പഠിപ്പിക്കും. സോ ആദ്യമുള്ള ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാസ് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇനി വരുന്ന ടൈമിൽ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ എക്സ്ട്രാസിലേക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ NCERT തന്നെ ഫോക്കസ് ചെയ്ത് NCERT ലൈൻ ബൈ ലൈൻ ആയിട്ടൊക്കെ വായിച്ച് അത് മോക്ക് ടെസ്റ്റ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും അല്ലെ. കുറെ എക്സ്ട്രാസ് ഇനി പോകുന്നത് നല്ലതായിരിക്കില്ല. ഷാരോൺ NCERT ആയിരുന്നോ വായിച്ചുകൊണ്ടിരുന്നത് അതോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സ് ആയിരുന്നോ യൂഷ്വലി യൂസ് ചെയ്യുക? ഞാൻ കൂടുതലും NCERT തന്നെ യൂസ് ചെയ്യുന്നു. ഇപ്പം കെമിസ്ട്രി ആണെങ്കിലും NCERT വായിക്കുമായിരുന്നോ? കെമിസ്ട്രിയും ബയോളജിയും എനിക്ക് തോന്നുന്നു NCERT ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫിസിക്സിന് വേണമെങ്കിൽ കൂടുതൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട് പ്രിഫർ ചെയ്യാം അല്ലെ. ഷാരോൺ ഒരു ഏർലി മോർണിംഗ് പേഴ്സൺ ആയിരുന്നോ അതോ ലേറ്റ് നൈറ്റ് പേഴ്സൺ ആയിരുന്നോ? ഞാൻ ഏർലി മോർണിംഗ് പേഴ്സണും ലേറ്റ് നൈറ്റ് പേഴ്സണും അല്ല, മിഡില് ഉള്ള ഒരാളാണ്. ഷാരോൺ കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിരുന്നോ പ്രാധാന്യം നൽകിയിരുന്നത് അതോ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുന്നതിനായിരുന്നോ? എന്തായിരുന്നു ഷാരോൺ കൂടുതൽ പ്രിഫർ ചെയ്യുക? ഞാൻ പ്രിഫർ ചെയ്യുന്ന കൂടുതൽ അവസാന സമയമാണ് കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യമൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം മോക്ക് ടെസ്റ്റ് എഴുതുവാണെങ്കിൽ എന്നിട്ട് അതിൽ വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കിയിട്ട് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോവാ അല്ലെ. പിന്നെ നീറ്റിന്റെ ഒരു മോഡൽ തന്നെ ഒരു ലാസ്റ്റ് 1 month ഒക്കെ ആകുമ്പോഴത്തേക്ക് നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അല്ലെ ചെയ്ത് ഒരു 180 മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് നീറ്റിന്റെ ഒരു മോഡലിൽ തന്നെ ഒരു എക്സാം ഒക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. അപ്പം ഓഫ്ലൈൻ ആയിട്ട് കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ എന്തായാലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ അഥവാ വീട്ടിലിരുന്നൊക്കെ ആരെങ്കിലും ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നോക്കുക അല്ലെ. മോക്ക് ടെസ്റ്റ് അങ്ങനെ എഴുതാൻ നോക്കുക. കാരണം നമുക്ക് എക്സാം ഓൺലൈൻ അല്ലല്ലോ. ഷാരോന്റെ പ്രീ നീറ്റ് സെൽഫിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും ഷാരോന്റെ പ്രീ നീറ്റ് സെൽഫിനോട് പറയാനുണ്ടാവുക? ബിലീവ് ചെയ്യാനായിട്ട് ഞാൻ പറയും. ഇഫ് യു ബിലീവ് വി ക്യാൻ അച്ചീവ് അല്ലേ. ഇനിയിപ്പോ നീറ്റ് 3 months വരാൻ പോവാണ് അല്ലെ. സോ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് ഷാരോൺ എന്തായിരിക്കും പറയാനുണ്ടാവും ഒരു അഡ്വൈസ് എന്ന രീതിയിൽ? ഈ ഒരു 3 months ഇനി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ടെൻസ്ഡ് ആവാതിരിക്കണം. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നീറ്റ് എക്സാമിന് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കിട്ടത്തില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ അടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഇതിനെല്ലാം ഒരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട് നീറ്റ് കിട്ടുന്നതിൽ. അത് മെയിൻലി ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നീറ്റ് എക്സാമിന്റെ സമയത്ത് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനായിട്ട് ഡിലേ വരാറുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് TV കണ്ടതാണ് അല്ലെ. ഈ ചെക്കിങ്ങിന്റെ ടൈമിലൊക്കെ ആ ഒരു പ്രശ്നം വന്നിട്ട് കുറെ പേർക്കൊക്കെ മര്യാദക്ക് എഴുതാൻ പറ്റാണ്ടാവുന്ന സ്ഥിതി, സെന്റർ മാറിപ്പോകുന്ന സ്ഥിതി. അപ്പം ഇതൊക്കെ ഒരു ലക്ക് ഫാക്ടർ ആണ്. അത് നമുക്കൊരു ദൈവത്തില് വിശ്വസിച്ച് നമ്മള് പ്രാർത്ഥിച്ചാലേ ഇതൊക്കെ മാറത്തുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക,
കൂടുതൽ ടെൻസ്ഡ് ആവരുത്. പിന്നെ പഠിക്കുന്ന സമയം മാക്സിമം ഇരുന്ന് പഠിക്കുകയും ചെയ്യണം. എക്സാം സമയത്ത് നമുക്കൊരു എക്സാം എഴുതാനും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അപ്പൊ അത് വേണമെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ കുറച്ചാലേ പറ്റൂ. ടെൻഷൻ കുറയണേ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഷാരോണിനെ സംബന്ധിച്ച് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്, മെന്റൽ ഹെൽത്ത് ഓർ നീറ്റ് റാങ്ക്? മെന്റൽ ഹെൽത്ത് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് തന്നെ ഒരു കുട്ടി കാല് മുറിച്ച് മാറ്റി PWD വഴി നീറ്റ് കോട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. ഇനിയിപ്പോൾ അത് കേസൊക്കെ ആയി കിട്ടാൻ തന്നെ ചാൻസ് കുറവായിരിക്കും. പിന്നെ കുറെ പേരാണെങ്കിൽ നീറ്റ് കഴിയുമ്പോഴത്തേക്കും സ്കോർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് സൂസൈഡ് ചെയ്യുന്ന ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവരോടൊക്കെ എന്താണ് ഇനിയിപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും മെന്റൽ ഹെൽത്ത് തന്നെയാണ് അല്ലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരോടൊക്കെ എന്തായിരിക്കും ഷാരോണിന് പറയാനുണ്ടാവുക? എന്തായാലും നീറ്റ് അല്ല ഒരു ഫൈനൽ പാത്ത് എന്ന് പറയുന്നത്. നമുക്ക് വേറെയും കുറെ പ്രൊഫഷൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് നീറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ അത്രയ്ക്കും നീറ്റ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം അല്ലെ. അല്ലാത്ത ഇപ്പം വേറെ ആരുടെങ്കിലും നിർബന്ധ പ്രകാരോ ഇനി അല്ലെങ്കിൽ തന്നെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് വേറെ ഉണ്ട്. മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ റിസർച്ച് വഴി അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അല്ലാണ്ട് നോൺ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നീറ്റ് അല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലേ. അപ്പൊ നീറ്റിന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ലൈഫിൽ ഇനി നമ്മൾ അവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നീറ്റ് കിട്ടാത്തത് ചിലപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ദൈവം പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കാം അല്ലേ. സോ ഷാരോൺ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തായിരിക്കും ഷാരോണിന് പറയാവുക? ഫസ്റ്റ് ടെൻസിൽ കിട്ടുന്നത് തന്നെ ഇപ്പൊ കുറെ ഫാക്ടേഴ്സ് അതിന്റെ പിന്നിലുണ്ട്. ഒരു ലക്ക് ഫാക്ടറും ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം ചിലപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണം എന്നില്ല. അപ്പം അഥവാ നമുക്ക് ഫസ്റ്റ് ടെൻസിൽ കിട്ടിയില്ലെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. ഒരു വർഷം ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് നമുക്കെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഇച്ചുകൂടി പ്രഷർ വരും, സ്കൂളും ഇതും മാനേജ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ കുഴപ്പമില്ല. If someone watching this fails this year, what would you tell them? Try again. Okay, try ചെയ്യാം അല്ലേ. പിന്നെ നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ വേറെ പാത്ത് കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. If this podcast helped you even a little, share this with a NEET friend who is struggling. So thank you so much for watching this. This is Therese Matthew and Sharon signing off. Bye.